അസ്സലാമലൈക്കും. വഅലൈക്കും അസ്സലാം. വളരെ നേരത്തെയാണല്ലോ. എനിക്ക് ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ കേൾക്കണം. തീർച്ചയായും ധാരാളം കഥകളുണ്ട്. ശരി, ഇവിടെ ഇരിക്കെ. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കഥകൾ ഞാൻ പറഞ്ഞു തരാം. ബിസ്മില്ലാഹ്. ഹസ്രത്ത് അലി ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹു എപ്പോഴും വില കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ലളിതമായ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. കൂഫയിലെ ഭിക്ഷക്കാർ പോലും ഖലീഫയേക്കാൾ നല്ല ആഹാരം കഴിച്ചിരുന്നു. അദ്ദേഹം അങ്ങനെ ചെയ്തത് തനിക്ക് ലഭിക്കുന്നതെല്ലാം പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു അതിഥി വന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുൻപിൽ ഒരു കപ്പ് വെള്ളവും കുറച്ച് അപ്പക്കഷ്ണങ്ങളും മാത്രമായിരുന്നു അതിഥി കണ്ടത്. ആ അപ്പത്തിൽ എണ്ണയോ വെണ്ണയോ ഒന്നുമില്ലായിരുന്നു. മാത്രമല്ല അത് കട്ടിയുള്ളതും പഴകിയതുമായിരുന്നു. അദ്ദേഹം ആ അപ്പം മുറിക്കാൻ വളരെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അതിഥി അലി റളിയല്ലാഹു അൻഹുവിന്റെ ജോലിക്കാരിയോട് ചോദിച്ചു, നിന്റെ യജമാനനോട് നിനക്ക് ഒട്ടും ദയയില്ലേ? എന്തുകൊണ്ടാണ് ആ അപ്പത്തിൽ എണ്ണ തേക്കാതിരുന്നത്? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ അപ്പം മൃദുലമാകുമായിരുന്നില്ലേ? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? കാരണം അത് അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ്. അദ്ദേഹത്തിനുണ്ടാക്കുന്ന അപ്പത്തിൽ എണ്ണ തേക്കരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാത്രമല്ല മാവിൽ നിന്ന് ഉമിയും മറ്റും വേർതിരിക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോലിക്കാരായ ഞങ്ങൾക്ക് അദ്ദേഹത്തെക്കാൾ മെച്ചപ്പെട്ട ഭക്ഷണമാണുള്ളത്. ഇത് കേട്ട അതിഥി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളോട് എനിക്ക് സഹതാപം തോന്നുന്നു. അങ്ങയുടെ പ്രായവും ഉത്തരവാദിത്തങ്ങളും നോക്കൂ. അതിനുള്ള ഭക്ഷണമാണോ അങ്ങ് കഴിക്കുന്നത്? എന്റെ പ്രിയ സുഹൃത്തെ, അദ്ദേഹം മറുപടി പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് കഴിക്കുന്നത് എന്ന് താങ്കൾക്കറിയില്ല. അദ്ദേഹം വയറ് നിറയെ ഭക്ഷണം കഴിക്കാറ് പോലും ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് കഴിക്കാൻ ആഹാരം പോലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുലീനത അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും കണ്ട അതിഥി പിന്നീട് അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഒരു ദിവസം അദ്ദേഹം ജോലി കഴിഞ്ഞതിന് ശേഷം ഒരു മരത്തണലിലിരുന്ന് അപ്പം കഴിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു യാചകൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. യാചകന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അയാൾ അദ്ദേഹത്തോട് ഭക്ഷണം ചോദിച്ചു. അദ്ദേഹം താൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ആ യാചകന് നൽകി. യാചകൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് അത് കടിക്കാൻ സാധിച്ചില്ല. കാരണം ആ അപ്പം വളരെ കട്ടിയേറിയതായിരുന്നു. ഇത് വളരെ കട്ടിയേറിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ അപ്പം അദ്ദേഹത്തിന് തിരിച്ചു നൽകി. അപ്പോൾ അദ്ദേഹം അയാളോട് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്നും നല്ല ചൂടുള്ള ഭക്ഷണം ലഭിക്കുമെന്നും പറഞ്ഞു. ഭിക്ഷക്കാരൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇമാം ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോയി. അയാൾ അവിടെ എത്തിയപ്പോൾ ആശ്ചര്യപ്പെട്ടു. കാരണം അവിടെ വലിയൊരു സദ്യ ഒരുക്കിയിരിക്കുന്നു. ധാരാളം ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു ആ യാചകനെ കണ്ടപ്പോൾ അയാളെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. ആ യാചകൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അയാൾ ഓരോ പ്രാവശ്യം ഭക്ഷണം വായിലേക്ക് ഇടുമ്പോഴും കുറച്ച് ഭക്ഷണം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുമായിരുന്നു. ഇത് കണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന് കൗതുകം തോന്നി. എന്തിനാണ് നിങ്ങൾ ഭക്ഷണം ആ പാത്രത്തിലേക്ക് മാറ്റുന്നത്? അദ്ദേഹം യാചകനോട് ചോദിച്ചു. ഇന്ന് ഞാൻ ഒരു നല്ല മനുഷ്യനെ കണ്ടുമുട്ടി. ഉണങ്ങിയ അപ്പം ഉപ്പ് കൂട്ടിയാണ് അദ്ദേഹം കഴിക്കുന്നത്. അദ്ദേഹം ഒരു ദയാലുവാണ്. ഭക്ഷണത്തിനായി എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ട ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഇമാം അലി ബിൻ അബൂ താലിബ് അല്ലാതെ മറ്റാരുമല്ല. ഒരു ആഡംബര ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിലും ഒരു ദരിദ്രന്റെ ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു യഥാർത്ഥ മുസ്ലിമാണ്. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന് കൃഷിയും ഇഷ്ടമായിരുന്നു. വിളകൾ വളർത്തിയെടുക്കുന്നതിനായി വയലിൽ വളരെ കഠിനാധ്വാനം ചെയ്തിരുന്നു.
മദീനയ്ക്ക് പുറത്ത് തരിശായ കുറച്ചു സ്ഥലം അദ്ദേഹം വാങ്ങിയിരുന്നു. അവിടെ അദ്ദേഹം കൃഷി ചെയ്യാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി വെള്ളം ആവശ്യമായിരുന്നു. വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കിണർ കുഴിക്കാൻ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. പക്ഷേ അതൊരു തരിശായ സ്ഥലം ആയിരുന്നു. അവിടെ വെള്ളം ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. അദ്ദേഹം തന്റെ എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് കിണർ കുഴിക്കാൻ തുടങ്ങി. ആ പകൽ മുഴുവൻ കിണർ കുഴിക്കാനായി അദ്ദേഹം നന്നായി അധ്വാനിച്ചു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം അവിടെ എത്തി. വീണ്ടും കിണർ കുഴിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം അദ്ദേഹം ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടെ വെള്ളമുള്ളതിന്റെ യാതൊരു ലക്ഷണവും ഇല്ലായിരുന്നു. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ തന്റെ പിക്കാക്സ് എടുത്ത് കിണറ്റിലേക്ക് ഇറങ്ങി. തന്റെ ശക്തി മുഴുവനും എടുത്ത് ആഞ്ഞു കുഴിച്ചു. എന്നിട്ടും നിർഭാഗ്യവശാൽ അതിൽ വെള്ളം കാണാൻ കഴിഞ്ഞില്ല. കുറച്ചു സമയം വിശ്രമിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കിണറിന്റെ പുറത്തേക്ക് വന്നു. അദ്ദേഹം വീണ്ടും കിണറിലിറങ്ങി ശക്തിയായി കുഴിക്കാൻ തുടങ്ങി. കഠിനമായ പരിശ്രമത്തിൽ അദ്ദേഹം കിതയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ശ്വസിക്കുന്ന ശബ്ദം അടുത്തുള്ള ആളുകൾക്ക് വരെ കേൾക്കാമായിരുന്നു. അവസാന ശ്രമമെന്ന നിലയിൽ അദ്ദേഹം സർവശക്തിയും എടുത്ത് ഒരു പാറയിൽ അടിച്ചു. എന്തൊരു അത്ഭുതം! പാറ പിളർന്നു. നല്ല തെളിഞ്ഞ ശുദ്ധജലം പുറത്തേക്കൊഴുകി. അദ്ദേഹം സന്തോഷത്തോടെ കിണറിന്റെ പുറത്തേക്ക് വന്നു. വെള്ളം ഉയർന്നുകൊണ്ടേയിരുന്നു. അതൊരു അത്ഭുത കിണറായിരുന്നു. അലി റളിയല്ലാഹു അൻഹു കിണറിലേക്ക് നോക്കി. ആ വെള്ളം പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ള ഉണങ്ങിയ കൃഷിസ്ഥലത്തേക്ക് ഒഴുക്കി വിടണമെന്ന് തീരുമാനിച്ചു. താമസിയാതെ ആ കിണർ കാണാൻ ആളുകൾ അതിന്റെ ചുറ്റും കൂടി നിന്നു. അത് കണ്ട എല്ലാവർക്കും ആശ്ചര്യമായിരുന്നു. ഇമാം അലി ബിൻ അബൂ താലിബ് റളിയല്ലാഹു അൻഹു ഒരു വലിയ കഠിനാധ്വാനിയാണ്. കൂടി നിന്ന ചിലർ പറഞ്ഞു, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തോട് കരുണ കാണിച്ചിരിക്കുന്നു. മറ്റൊരാൾ പറഞ്ഞു, ജനങ്ങളിൽ ഭൂരിഭാഗവും സന്തുഷ്ടരായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ പരിശ്രമത്തെ അനുമോദിച്ചു. എന്നാൽ ചിലർക്ക് അതിൽ സന്തോഷമില്ലായിരുന്നു. അവരും അവന്റെ ആളുകളും സമ്പന്നരായി മാറും. അവർ പറഞ്ഞു, ആ തരിശു ഭൂമിയിൽ ജലം ലഭിച്ചതിൽ അവർക്ക് അസൂയയായിരുന്നു. കാരണം ഇനി മുതൽ ആ ഭൂമിയുടെ മൂല്യം വളരെ അധികമായി ഉയരും. എനിക്കൊരു പേനയും പേപ്പറും തരൂ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. പേനയും പേപ്പറും കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ കിണറും അതിനോട് ചേർന്നുള്ള സ്ഥലവും ധർമ്മസ്ഥാപനത്തിന് സംഭാവന നൽകുന്നതാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ദരിദ്രരെയും യാത്രക്കാരെയും സഹായിക്കുന്നതിനും പാവപ്പെട്ടവരുടെ വൈദ്യസഹായത്തിനും അനാഥരുടെ വിവാഹത്തിനും ഉപയോഗിക്കുന്നതാണ്. ബാക്കിയുള്ളത് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന നല്ല പ്രവർത്തികൾക്കും വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിക്ക് വേണ്ടി ഞാൻ ഇത് ദാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ വിനയം കാരണം ശത്രുക്കൾ പോലും അദ്ദേഹത്തെ സ്നേഹിക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്, ഈ കഥ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കഥ നിനക്ക് ഇഷ്ടപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നാളെ ഞാൻ മറ്റൊരു കഥ പറഞ്ഞു തരാം. താങ്ക്സ്. മാസ്സലാമ യൂസിഫ് അങ്കിൾ.